ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഞാനൊരു കുരങ്ങിനെ കൊന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി തിന്നുവെന്നും പറഞ്ഞ്. അത് കുരങ്ങിനോടുള്ള ദേഷ്യം കൊണ്ട് ഇട്ട വീഡിയോ ആണ്. സത്യത്തിൽ കുരങ്ങ് ഞങ്ങളുടെ വീട്ടിൽ കാണിച്ച കാട്ടിക്കൂട്ടലുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ വീടൊരു വനപ്രദേശത്തല്ല, പക്ഷേ ഒരു കയറ്റമുള്ള സ്ഥലത്താണ്. ചുറ്റും റോഡൊക്കെയുള്ള ഒരു പ്രദേശത്താണ്. നാഷണൽ ഹൈവേന്ന് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ, ഉള്ളിലോട്ട് ദൂരമുള്ളൂ. സ്ഥിരമായി കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നൊരു സ്ഥലമല്ല. ഇങ്ങനത്തെ മൃഗങ്ങൾ ഒന്നും അവിടെ ഇല്ല. വല്ലപ്പോഴും പണ്ടൊക്കെ ഒരു മയിൽ വരുമായിരുന്നു. പിന്നെ വന്നു തുടങ്ങിയത് ഈ ഒരു കുരങ്ങാട്ടോ. ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഇതിന് നല്ല പ്രായമുണ്ട്. ആദ്യം വന്നപ്പം കൗതുകത്തിന് നാട്ടുകാർ ബിസ്ക്കറ്റും ചോറൊക്കെ വെച്ച് കൊടുത്ത് കുരങ്ങ് വഷളായതാണ്. കുരങ്ങിനെ ഞാൻ കൊന്നു ബിരിയാണി വെച്ചു എന്നത് വിശ്വസിച്ച് പോയി ചിലവർ. എനിക്കറിയില്ല കുരങ്ങിനോട് വാ കുരങ്ങെന്ന് പറയുമ്പോഴത്തേനും വന്നൊരു ബക്കറ്റിൽ കയറുമെന്നോ ഒരു കത്തിയെടുത്ത് കുത്താൻ പറ്റുമെന്നോ, അങ്ങനെ കുരങ്ങ് ചാകുമെന്നോ കുരങ്ങിനെ തിന്നുന്ന മനുഷ്യന്മാരുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു ബീഫ് ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ചത്ത് കിടക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് റീച്ച് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതേ ഹെഡ്ലൈൻ കൊടുത്തത്. ഓരോരുത്തരുടെ വീടിൻ്റെ ഉള്ളിൽ കയറി അവരുടെ തേങ്ങയും പാത്രം തുറന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും കുരങ്ങിനെ ഓടിക്കാൻ തുടങ്ങിയത്. പക്ഷേ കുരങ്ങ് പഠിച്ചതല്ലേ, അത് ചെയ്യാതിരിക്കുമോ? അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വരാറില്ലായിരുന്നു. അമ്മ അപ്പത്തന്നെ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കല്ലൊക്കെ എടുത്ത് എറിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലും വന്നു. പുതിയൊരു അടുക്കള അങ്ങോട്ട് പുറത്തേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീട് മൊത്തത്തിൽ പണി നടക്കുകയാണ്. അപ്പം നോർമൽ അടുക്കള ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയായിരുന്നു. അപ്പോൾ കുരങ്ങിൻ്റെ അടുത്തോട്ട് പോകാൻ പോലും പറ്റിയില്ല. ഞങ്ങൾ ഈ ജനലിൻ്റെ ഉള്ളിൽ നിന്നാണ് കുരങ്ങിൻ്റെ വീഡിയോ തന്നെ എടുക്കുന്നത്. ഇത്ര അടുത്തുനിന്ന് സൂം ചെയ്തിട്ടാണ് കിട്ടിയത്. വീടിൻ്റെ പുറത്തൂടെ വന്നോക്കുമ്പോൾ കുരങ്ങ് അവിടെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. 2 കുഞ്ഞു പിള്ളേർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുരങ്ങിനെ എത്ര സൗണ്ട് ഉണ്ടാക്കിയിട്ടോ ചക്കക്കുരു ചിരട്ടയും വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ വെച്ച് എറിഞ്ഞിട്ടും കുരങ്ങ് പോയില്ല. കുരങ്ങ് പേടിച്ചത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ അലമാരിൻ്റെ പുറത്ത് കയറിയിരുന്നു. പുറത്തിറക്കിയിട്ട് അലമാരിൻ്റെ പുറത്ത് ഇറങ്ങിയിരുന്ന് അത് താഴോട്ട് നോക്കിയപ്പോൾ കുരങ്ങിന് എൻ്റെ ഫേസ് കണ്ടിട്ട് അത് പെട്ടെന്ന് പേടിച്ചു പോയി. അങ്ങനെ അതൊന്ന് മേളിൽ കയറിപ്പോയി. പിന്നെ കാക്ക കൊത്തി ശല്യം ഉണ്ടാക്കിയപ്പോഴാണ് കുരങ്ങ് പേടിച്ചത്. അവിടെ പുറത്തായിരുന്നു കാലിത്തീറ്റയൊക്കെ, പശുവിൻ്റെ കാലിത്തീറ്റയൊക്കെ വെച്ചത്. അപ്പോൾ അതൊക്കെ തിന്നുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. തിന്നാൻ തുടങ്ങിയാൽ നമ്മൾ ഓടിച്ചാലിട്ട് പോകത്തുമില്ല. ഇങ്ങോട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കായിരുന്നു കുരങ്ങ്. അങ്ങനെ പശുവിന് വെട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ചക്കയാണ് ഇപ്പോൾ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ആൾ പോകുന്നത്. അപ്പോൾ കുരങ്ങിനോടുള്ള ദേഷ്യം, പിന്നെ കൊച്ചിൻ്റെ അമൃതം പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി. ആ ദേഷ്യം കൊണ്ടാണ് ഞാൻ അതിനെ കൊന്ന് ബിരിയാണി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത്.